മന്ത്രി ഗണേഷ് കുമാറിന്റെയും ഭാര്യ ബിന്ദുവിന്റെയും പേരിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. തറവാട്ടിൽ നടന്ന സംഭവങ്ങൾക്ക് പിന്നാലെ മാധ്യമങ്ങളിൽ വരുന്ന അവിശുദ്ധ കൂട്ടുകെട്ടുകളും അഴിമതി ആരോപണങ്ങളും ഇടതുമുന്നണിയുടെ പ്രതിച്ഛായ പോലും നഷ്ടപ്പെടുന്നു. ആ പ്രതിച്ഛായയെ പോലും ബാധിക്കുന്ന തരത്തിലുള്ള വിമർശനങ്ങളും ആക്ഷേപങ്ങളുമാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. ഒരു മന്ത്രിയുടെ ഭാര്യ മന്ത്രിയുടെ വീടിന്റെ വിലാസത്തിൽ സ്വന്തം പേരിൽ കമ്പനി ഉണ്ടാക്കി വളഞ്ഞ വഴിയിൽ സർക്കാർ കരാറുകൾ എടുത്ത് ലാഭമുണ്ടാക്കുന്നത് സത്യപ്രതിജ്ഞാ ലംഘനമാണ്. മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഇതൊന്നും അറിഞ്ഞോ അറിയാതെയോ ചെയ്യില്ലെന്നും കൂട്ടുനിൽക്കില്ലെന്നും പ്രതിജ്ഞ എടുക്കുന്നുണ്ട്. കേരള സർക്കാരിന്റെ കീഴിലുള്ള സഹകരണ സ്ഥാപനങ്ങളായ കേരഫെഡിന്റെയും മിൽമയുടെയും ഉൽപ്പന്നങ്ങളുടെ വിദേശ വ്യാപാര കരാർ വിജ്ഞാപനമോ താൽപര്യ പത്രമോ അല്ലെങ്കിൽ മത്സര പ്രക്രിയകളോ ഒന്നുമില്ലാതെയാണ് ബിന്ദുവിന്റെ കമ്പനിക്ക് നൽകിയത്. ബിന്ദു മേനോൻ CEO ആയ മിഡ്നൈറ്റ് സൺ ഗ്ലോബൽ എന്ന കമ്പനിക്ക് കേരഫെഡ് വെളിച്ചെണ്ണ ദുബായിലും മിൽമയുടെ ഉൽപ്പന്നങ്ങൾ ന്യൂസിലൻഡിലും ഓസ്ട്രേലിയയിലും ഒക്കെ വിൽക്കുന്നതിനാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. ഈ കമ്പനിയെക്കുറിച്ച് അന്വേഷണം നടത്തണം. KSRTCയിലെ പാർട്സുകളുടെ പർച്ചേസ്, ബസ്സുകൾ വാങ്ങിയത്, ഇതെല്ലാം അന്വേഷിക്കണം. ഇതിലൊക്കെ ബിന്ദുവിന്റെ ഇടപെടലുകൾ ഉണ്ടെന്നുള്ള കാര്യമാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പലരും പങ്കുവയ്ക്കുന്നത്. അത് അന്വേഷിച്ച് ഉത്തരം കണ്ടെത്തേണ്ടത് സർക്കാരാണ്. സർക്കാരിന്റെ മുഖത്താണ് ഇപ്പോൾ ചെളി വീണത്. 5000 ഒരു ബിന്ദു അത്ര ചെറിയ മീനല്ലെന്നാണ് സമൂഹ മാധ്യമങ്ങൾ പറയുന്നത്. അതിൽ വല്ല കഴമ്പുമുണ്ടോ എന്ന് സർക്കാർ പറയണം. ഗണേഷ് കുമാറിന്റെ വ്യക്തി ജീവിതമല്ല സർക്കാർ ചെയ്യേണ്ടത്. അതെന്തുമായിക്കോട്ടെ, അതല്ല പ്രധാന പ്രശ്നം. സത്യപ്രതിജ്ഞ ലംഘനമാണ് സർക്കാരിന്റെ മുന്നിലുള്ള പ്രധാന പ്രശ്നം. നമുക്കറിയാം, ബിന്ദു ആരോപിക്കുന്ന പ്രശ്നങ്ങളൊക്കെ പണ്ടും നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ്. അതൊക്കെ ഏത് കൊച്ചുകുട്ടികൾക്കും അറിയാം. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് പങ്കാളിയായി വന്നത്. ആരും നിർബന്ധിച്ച് പിടിച്ച് കെട്ടിച്ചതല്ലല്ലോ. രണ്ടുപേരും പരസ്പരം അറിഞ്ഞും കേട്ടും തന്നെയാണ് ഒന്നിച്ചത്. അതിൽ പുതുമയൊന്നുമില്ല. തറവാട്ടിൽ കണ്ട സ്ത്രീ ആരാണെന്ന് തിരയുകയാണ് സമൂഹ മാധ്യമ ലോകവും ജനങ്ങളും. പല ആരോപണങ്ങളാണ് പുറത്തു വരുന്നത്, പല ഗോസിപ്പുകളും വരുന്നു. എല്ലാം ഊഹാപോഹങ്ങളാണ്, ഒരു സംശയവും വേണ്ട. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് ഒരു അധ്യാപികയും കുട്ടിയും ആണെന്നാണ്. അതറിയാവുന്നത് ഗണേഷ് കുമാറും 2 സ്റ്റാഫും ആ സ്ത്രീയും കുട്ടിയും 5000 ഒരു ബിന്ദുവും ആദ്യം വന്ന പോലീസുകാർക്കുമൊക്കെയാണ്. ഇവരിൽ ആരെങ്കിലും അത് വെളിപ്പെടുത്തണം. മൊബൈലിൽ ബിന്ദു എടുത്ത ചിത്രങ്ങൾ ആർക്കൊക്കെയോ അയച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട്. എങ്കിൽ അവർക്കും അറിയാം, പണ്ടും ഇതുപോലെ മാധ്യമങ്ങൾക്ക് ആഘോഷിക്കാനും ജനങ്ങൾക്ക് പറഞ്ഞു ചിരിക്കാനും ചിന്തിപ്പിക്കാനും ഒക്കെയുള്ള വകകൾ ഗണേഷ് കുമാർ ഇട്ടു കൊടുക്കാറുണ്ട്. ഇതെന്തേ ഇത്ര വൈകിയെന്ന് മാത്രം ചിന്തിച്ചാൽ മതി.